അത് ചെയ്ത് അദ്ദേഹം കേരളത്തിൽ ടീമിട്ടു. കേരളത്തിലെ മുഴുവൻ ടീം ആരുടെ അണ്ടറിൽ വന്നു? അദ്ദേഹത്തിന് വന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് യാദൃച്ഛികമായിട്ടൊരു സെക്കൻഡ് ഷോയോ ഒരു യാത്രയിലോ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. ആ ചെറുപ്പക്കാരന് മെമ്പർഷിപ്പ് കൊടുത്തു. ആ ചെറുപ്പക്കാരൻ മെമ്പർഷിപ്പുമായിട്ട് നേരെ പോയത് ബീഹാറിലേക്കാണ്. ആ ബീഹാറിൽ നിന്ന് ഇതിൻ്റെ ചെറിയ എന്താ പറയുക വിത്ത് പാകല് ആ ചെറുപ്പക്കാരൻ നടത്തി. ഇന്ന് ടോട്ടൽ ബീഹാർ, അവിടെ നിന്ന് ജാർഖണ്ഡ്, UP, ഇന്ത്യയുടെ 50-75% ബിസിനസ് അദ്ദേഹത്തിൻ്റെ അണ്ടറിലേക്ക് വരികയും ഇന്ന് ലക്ഷക്കണക്കിന് വരുമാനവും. വീടെത്രയാണെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും. വണ്ടി എനിക്കറിയാം, അവരാ വീട്ടിൽ 3 പേരേ ഉള്ളൂ. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഒരു മോളുണ്ട്. മേഘയുടെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 പേരും 3 കാറുമായിട്ട് വരുന്നു അല്ലേ? 3 പേരും 3 കാറുമായിട്ട് ആ 2000 രൂപ കിട്ടാതെ കണ്ണീരോടെ പിന്തിരിഞ്ഞ അദ്ദേഹം DXനിലൂടെ സർവ്വവും നേടി. ആ ഗ്രേറ്റ് ലീഡറാണ്. എങ്ങനെ നേടാം? 2000 രൂപ കിട്ടാൻ ആൾക്ക് ഇന്ന് കോടികളുടെ അസറ്റ് ഉണ്ടായത് എങ്ങനെയാണ്? ആ കഥ നമ്മളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ ക്രൗൺ ഡയമണ്ട് രാജീവ് സാറാണ്. വെൽക്കം രാജീവ്. ഗുഡ് മോർണിംഗ്. കുറച്ച് സമയമുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ കുറേ അധികം കാര്യം കിട്ടണം. അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കാം. ആ സ്ക്രീനിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഡൈനാക്ലീൻ 1 ലിറ്റർ എന്നാണ്. ഡൈനാക്ലീൻ എന്ന് പറയുന്നത് വീട്ടിൽ തുണി കഴുകുന്ന സാധനം. നിങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന അണ്ടർവെയർ എടുത്തിട്ട് ഇന്ന് പോയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന അണ്ടർവെയർ എടുക്കുക. കുഞ്ഞുങ്ങളുടെ കേട്ടോ എടുത്തിട്ട്, കുഞ്ഞുങ്ങളില്ലെങ്കിൽ അവനവൻ്റെ തന്നെ എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ ഇടുക. അപ്പം അതിൽ നിന്ന് സോപ്പിൻ്റെ പത വരുമില്ലേ? അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന അണ്ടർവെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ കുഞ്ഞിടുന്ന അണ്ടർവെയർ ഒരു 8-10 മണിക്കൂർ ഇട്ട് വെക്കുമല്ലോ. സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുമല്ലോ. നിങ്ങൾ ആ കഴുകിയ പൊടിയില്ലേ, നിങ്ങൾ വീട്ടിൽ കഴുകിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ തുണി കഴുകിയ പൊടിയില്ലേ, ആ പൊടിയിലൊന്ന് കൈ നനച്ചിട്ട് ആ പൊടിയിലേക്ക് കൈ മുക്കിയിട്ട് കുറച്ചേരം നിന്ന് ഇപ്പം എന്ത് സംഭവിക്കും? എന്തോ കൈ പൊള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അണ്ടർവെയർ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പൊള്ളുന്നത്? ഒന്ന് പോകുന്നത് യൂട്രസ്, രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മൂന്നാമത്തത് നിങ്ങളുടെ സൈഡിലെ ഈ തുടയെടുക്കൽ വേർപ്പും ഈ കെമിക്കൽസും കൂടി കൂടിയിട്ട് ഒരുപാട് സ്കിൻ ട്രബിൾ ഉണ്ടാവും. അതിന് കാൻഡിഡ് ക്രീം വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെ അതിൽ നിന്ന് കയറുന്ന കുറേ സാധനങ്ങൾ കയറിയിട്ട് അത് വേറെ അസുഖങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ എടുത്തു നോക്കിയോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ഹലോ, മാറ്റിട്ടാ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് സാധനം മാറ്റിയിട്ട് ഡൈനാക്ലീന് വാങ്ങിച്ചിട്ട് തുണി കഴുകി നോക്ക്. കുറച്ച് കയ്യിലെടുത്ത് കുറേ നേരം നിൽക്ക്. അല്ലെങ്കിൽ കയ്യിൽ തേച്ചിട്ട് ഇവിടെ വന്നു. അത് ഡിഷ് ക്ലീൻ അല്ലേ? ഡിഷ് ക്ലീൻ, അതായത് നമ്മുടെ പാത്രം കഴുകുന്ന സാധനമല്ലേ, അത് കയ്യിൽ മുഴുവൻ തേച്ചിട്ട് എറണാകുളത്തേക്ക് വന്നിട്ട് തിരിച്ചു പോയിട്ടാ കഴുകിയത് അല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വാഷിംഗ് സാധനങ്ങൾ നിങ്ങൾ ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ ഈ പ്രൊഡക്റ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കേണ്ടത്, വീട്ടിൽ തുണി കഴുകണ്ടോ? ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കരുത് കേട്ടോ. എല്ലാവരും തുണി കഴുകുന്നുണ്ട്. തുണി കഴുകുമ്പോൾ ഇനി ആ തുണിയിൽ എന്തെങ്കിലും അംശം ഡൈനാക്ലീനാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ ദോഷം ഉണ്ടാക്കില്ല. നിങ്ങൾ ആ കഴുകിയ വെള്ളമില്ലേ, ആ വെള്ളം കൊണ്ടുപോയിട്ട് റോസ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. പുതിയ പൂക്കൾ വരാൻ തുടങ്ങും. ഞങ്ങൾ തണ്ണിമത്തനുണ്ടാക്കി, പാവയ്ക്ക ഉണ്ടാക്കി, അങ്ങനെ പല സാധനം ഉണ്ടാക്കി, കോവയ്ക്ക, ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് പുതിയ നാമ്പ് വരുന്നുണ്ട്. അപ്പൊ ഭൂമിക്ക് ഉപകാരമാണ് അത്. എന്നിട്ട് ഇത് നമ്മുടെ ചുറ്റുമുള്ള 20 വീട്ടുകാരിത് ഉപയോഗിക്കണ്ട ഇല്ല. എന്താ കാരണം? ഞാൻ പറയൂല. ഈ ദുഷ്ടകളെല്ലാം മരിച്ചു പോയിക്കോട്ടെ എന്ന് തീരുമാനം എടുത്തിട്ട് ഒരെണ്ണത്തിനോട് ഇത് പറഞ്ഞിട്ടുണ്ടാ.
തുണി കഴുകാനായിട്ടുള്ള ആരെങ്കിലും തുണി കഴുകുന്ന വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകും നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം ഇസൻ കമ്പനി ഇത്തരം ഇതിന് എത്ര കാലാവധി ഉണ്ടെന്നറിയാമോ? ഈ തുണി കഴുകുന്ന സാധനത്തിന് 3 മാസം 3 വർഷമാണ് കാലാവധി കേട്ടോ. 3 വർഷത്തേക്ക് അതിരിക്കും. ഓക്കെ. രണ്ടാമത്തത് മൾട്ടി ക്ലീനർ. വീട്ടിൽ ടോയ്ലറ്റ് കഴുകുന്നവരുണ്ടോ? വീടിൻ്റെ അടുത്തുള്ളവർ ടോയ്ലറ്റ് കഴുകുന്നുണ്ട്. പിന്നെ ഫ്ലോറ്, മതിൽ, അതെല്ലാം തുടക്കില്ലേ? നമ്മൾ ഈ എപ്പോഴും പിടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കറുത്ത് വരുമല്ല. അപ്പം അതൊക്കെ തുടച്ച് കളയാൻ പറ്റിയ ഒരു ഐറ്റം വേണ്ടേ? കുറേ നേരം കഴുകണം അല്ലേ? കുറേ നേരം കഴുകണം. അപ്പൊ ഈ വെള്ളം നമുക്ക് പൈപ്പിൽ കൂടി വരണമെന്നുണ്ടെങ്കിൽ ആര് കനിയണം? 2 ഡിപ്പാർട്ട്മെന്റ് കനിയണം. ഒന്ന് വെള്ള ഡിപ്പാർട്ട്മെന്റ്, 2 ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും കുറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡൈനാക്ലീൻ, മൾട്ടിക്ലീൻ ആൻഡ് ഡിഷ് ക്ലീൻ. ട്രൈ ചെയ്ത്. ഇനി പാത്രം കഴിയുമ്പോൾ നിങ്ങളൊരു ബേസനിൽ പാത്രം കഴുകിയിട്ട് ആ വെള്ളം കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെടികൾക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പുതിയ നാമ്പുകൾ വരും, അത് ആർത്ത് വളരും. ഇത് നിങ്ങൾ അടുത്ത വീടുകളിൽ പറഞ്ഞിട്ടുണ്ടോ? അവര് നമ്മുടെ ഇതാണോ ഉപയോഗിക്കുന്നത്? അവര് നമ്മൾ പറയാതെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ട് വേണോ ഇനി ഇത് ചെയ്യാനായിട്ട്? നിങ്ങൾ ആദ്യം പാത്രത്തിൽ നിന്ന് തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന പാത്രമില്ലേ, നിങ്ങൾ എടുത്ത് വയ്ക്കോ. നിങ്ങൾ ആ പാത്രം നിങ്ങൾ കഴുകിയതിന് ശേഷം ഉണക്കാൻ വെച്ചിട്ട് ഒന്ന് വിരലൊടിച്ച് നോക്കി അറിയാൻ പറ്റും. ഉണങ്ങിയ പാത്രത്തിൽ നിങ്ങൾക്ക് പൊടി കിട്ടും. ആ പൊടിയിലേക്കാണ് എൻ്റെ പുന്നാര മോന് ഞാൻ എന്തിട്ട് കൊടുക്കുന്നത്? വളർന്ന് വലുതാകെ എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു. മന്തി അതിനകത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെന്താ പറയുക? കുഞ്ഞിന് എപ്പോഴും അസുഖം. നമുക്ക് ആദ്യം തന്നെ തുടങ്ങേണ്ടത് നമ്മുടെ തിന്നുന്ന പാത്രം തന്നെ നമുക്ക് തുടങ്ങാം. നല്ല സാധനങ്ങളിട്ട് കഴുകാൻ പറയാറുള്ളത്. അപ്പോഴാണ് അവർ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ചെയ്യുള്ളൂ. ഒരു ഡെമോ കൊടുക്കണം. എല്ലാ വീടുകളിലും പോയി ഡെമോ കൊടുക്കണം. ഒരു 20 വീടുകളിൽ നമുക്ക് നമ്മുടെ ചുറ്റുള്ള 20 വീട്, അതിൽ കൂടുതൽ പോകരുത് കേട്ടോ. അതുകൊണ്ട് പോകാൻ സമയം കിട്ടിയാലും പോകരുത്, കാരണം നമുക്ക് വേറെ പണിയുന്നുണ്ട്. ഇങ്ങനെ ഡൈനാക്ലീന്, മൾട്ടിക്ലീന്, ഡിഷ് ക്ലീന് വീടിനടുത്ത് കുളിക്കുന്ന ആൾക്കാരല്ല. അവരൊരു സോപ്പ് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ഒരു സോപ്പ് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നമ്പർ 1 സോപ്പാണ് ഗാനഷി സോപ്പ്. ഇത് നമ്പർ 1 എന്ന് പറയാൻ കാരണം അറിയാം, ഞാനിത് തേച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സോപ്പ് കസിന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാ? തേച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വീട്ടിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള സോപ്പ് തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് നോക്കാം. അപ്പോൾ അറിയാം എൻ്റെ വിഷയം, എൻ്റെ വിവരം അറിയാം. മോനെ കിടന്നുണ്ടാ? തേച്ചിട്ട് കിടന്ന് ഉറങ്ങിയ എടുക്കന്മാരാണ് ഇവർ. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സാവും ബ്രൗൺ അംബാസഡേഴ്സാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സോപ്പ് നിങ്ങളുടെ വീടിനടുത്തുള്ള 20 പേര് ഉപയോഗിക്കണ്ടെന്ന് വെക്കാം. ഹലോ, പിടുത്തം കിട്ടിയാ? ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മാത്രം ഉപയോഗിക്കുക. ഒരു മനുഷ്യനോട് പറയുന്നത് അവർ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപയോഗിച്ചാലും നമുക്ക് എന്താണ്, ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ്. ഞാൻ ഉപയോഗിക്കും. അങ്ങനെ നമ്മളിത് ആരോടും പറയും. പക്ഷെ നിങ്ങളിത് പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കത് പറയാനാണ് ഇപ്പോൾ അവസരം തന്നത്. രണ്ടാമത്തത് റൈസ് ബ്രാൻ ഓയിൽ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുകളിലെല്ലാം തന്നെ ഭയങ്കര സ്മോക്കാണ്. ഒരമ്മൂമ്മ റൈസ് ബ്രാൻ ഓയിൽ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ ആ ഓയിൽ എടുത്ത് വിളക്ക് കത്തിച്ച്, നിലവിളക്കില് ഇങ്ങനെ ഇട്ട് കത്തിച്ച്. അങ്ങനെ അത് കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മൂമ്മ പറഞ്ഞ് നമുക്ക് ഈ എണ്ണ മേടിച്ചാൽ മതി, ഇനി വിളക്ക് കത്തിക്കാൻ. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നറിയാമോ? പുകയില്ല. അങ്ങനെ അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മ ഇത് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയല്ല, അതിന് വേറെ എണ്ണയുണ്ട്. ഇതിന്റെ കളർ കാണുമ്പോൾ വിളക്ക് കത്തിക്കാനാണെന്ന് വിചാരിക്കുക. അതാണ് ഈ എണ്ണ. പുകയില്ലാത്തതുകൊണ്ടൊരു ഗുണം എന്താണെന്നറിയാമോ? വറുത്ത് മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ചു. ആട്ടിനസുഖമുള്ള ആൾക്കാർക്കില്ലേ, അവർ നമ്മുടെ ഈ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ തുടങ്ങും. ഇപ്പൊ വീടിനടുത്ത് ഹാർട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അവർക്കൊക്കെ കൊളസ്ട്രോൾ ഉണ്ടോ? ഏക്കത്തിന് കൊളസ്ട്രോൾ ഉണ്ട്.
മിക്കവാറും നമ്മുടെ വീടിനടുത്ത് ആൾക്കാർ മരിച്ചു വീഴുന്ന എന്ന് പറഞ്ഞുകൊണ്ടാ ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ അവരിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു എണ്ണയുണ്ട് നമുക്ക്, ഓയിൽ. ആ ഓയിൽ അവരെ കൊണ്ട് മാറ്റിക്കാം. ആദ്യത്തെ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും മാറ്റിക്കാനായിട്ട്. എനിക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് അടിച്ച് കലക്കി കുടിക്കുന്ന ആള്. ഞാനിതിങ്ങനെ ഈ എണ്ണ ഞാൻ പറഞ്ഞു റൈസ് ബ്രാൻ പോലും. അപ്പോൾ ജിഷ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നമുക്കൊന്ന് മുട്ട പൊരിച്ച് നോക്കാം ആദ്യം. വലിയ മീനൊക്കെ മേടിച്ച് കറി വെച്ച് പിന്നെ അത് അലമ്പാക്കണ്ടെല്ലാം തിരിച്ചിട്ട് മുട്ട പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കൊള്ളാലോ. അങ്ങനെ പിന്നെ വീട്ടിൽ കംപ്ലീറ്റ് ഉണ്ടാക്കി റൈസ് ബ്രാനാക്കി. അങ്ങനെ ഓരോ കറികൾ നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ വെച്ച് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, വേറെ സ്വാദ് വ്യത്യാസമൊന്നുമില്ല, ആരോഗ്യത്തിന് ഗുഡ്. ഓക്കെ. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് പാചകം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ എണ്ണയുടെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം വിലയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ മേടിക്കുമ്പോഴോ അതേ വില തന്നെ വരുന്നുണ്ട്. ആ ദോഷങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. രണ്ടാമത്തെ ബാംബു ടൂത്ത് ബ്രഷ്. മിക്കവാറും ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ബ്രഷാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് എവിടെയിട്ടാണ് നമ്മൾ അരക്കണത്? പല്ലേല് മോണയില്. അപ്പോൾ പല്ലേല് മോണയിലിട്ട് കൊടുക്കുമ്പോൾ തേയ്മാനം കൂടും. പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് തേയ്മാനം കൂടിക്കഴിഞ്ഞാൽ ഒരു പല്ല് വെക്കാനുള്ള എത്രയാണ്? 3000 രൂപ കൂടും. 3000 രൂപയാണ് ഒരു പല്ല് വെക്കാനായിട്ട്. 32,000 × 3000 എത്ര ലക്ഷം രൂപ വേണം പല്ല്. ഇപ്പോൾ പല്ലിന്റെ പ്രോബ്ലം കുറേ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല്ലിന് കുളിപ്പാണ് ആളുകൾക്ക്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പല്ല് തേഞ്ഞ് പോകും. കാരണം നമ്മൾ ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തത് പ്ലാസ്റ്റിക്കിന്റെ എത്ര മാസം ഉപയോഗിക്കാം? ഒരു ബ്രഷ് മേടിച്ചാൽ 3 മാസം കേട്ടോ. 3 മാസമാണ് ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത്. ചിലർ 3 വർഷമൊക്കെ ആയിട്ട് മാറ്റിയിട്ടില്ല. അതിന്റെ കാരണം ബജറ്റാണ്, ഈ ഫാമിലി ബജറ്റ്. ഒരു ഇതുണ്ടാവുള്ളൂ, എന്നാലും അതിന് വലിയ ചിലതൊക്കെ കഴിഞ്ഞിട്ട് 2 സൈഡിലോട്ട് മാറിയിട്ട് എന്നെ കൊല്ല് എന്ന് പറഞ്ഞാലും നമ്മൾ മാറ്റൂല. ഒരു പേസ്റ്റ് ഉണ്ട്, ഗാനഷി പേസ്റ്റ് ഒരെണ്ണം വാങ്ങിക്കണം. ഗാനഷി പേസ്റ്റ് എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിലുള്ള എല്ലാ പേസ്റ്റുകളും, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പേസ്റ്റുകളും നിങ്ങൾ എടുത്ത് നോക്കിയോ, ആ പേസ്റ്റുകളിലെല്ലാം ഷുഗർ രോഗികൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഒരു ടൂത്ത് പേസ്റ്റും. അറിയാമോ എന്താ കാരണം? അതിനകത്തെല്ലാം ഷുഗറാണ്, ആർട്ടിഫിഷ്യൽ ഷുഗറാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഷുഗർ ഉണ്ടാകുമ്പോൾ അതിട്ട് നിങ്ങൾ തേക്കുമ്പോൾ നിങ്ങളുടെ ഷുഗർ ഹൈ ആവും, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റുകൾ മാറാം. മാത്രമല്ല ഗമ്മ് ലൂസാവും. ഗമ്മ് ലൂസാകുന്നതിന് ഇന്ന് ലോകത്ത് ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും നമ്പർ 1 സാധനമാണ് ഗാനഷി ടൂത്ത് പേസ്റ്റ്. ഗമ്മ് ലൂസാവില്ല. നിങ്ങൾ ഗമ്മ് ലൂസായിട്ട്, അതായത് മോണ ലൂസായിട്ട് പല്ല് ആടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ആഴ്ച പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ആ പല്ല് അവിടെ മോണയിൽ ഉറക്കാൻ തുടങ്ങും, അവിടെ കറക്റ്റാവും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, പല്ല് വെക്കുന്ന ആളുകളുണ്ടാ നിങ്ങളുടെ കുടുംബത്തിന്റെ അടുത്ത്? കുളിക്കുന്ന ആളുകളുണ്ടാന്ന് നോക്കാം. നീലി തൈലം ഞാൻ പെണ്ണുങ്ങൾക്ക് കഷണ്ടി വരാറുണ്ട് അല്ലേ? ആണുങ്ങളുടെ കഷണ്ടിക്കും പിന്നെ അസൂയക്കുമാണ് മരുന്ന് ഇപ്പം ഇതുവരെ കണ്ടുപിടിക്കാത്തത്. പക്ഷെ പെണ്ണുങ്ങളുടെ കഷണ്ടിക്ക് നമ്മൾ മരുന്ന് കണ്ടെത്തി. ഏതാണ്? നീലി ഓയിൽ. 20 ഹെർബാണ് പെണ്ണുങ്ങളുടെ കഷണ്ടിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കഷണ്ടി പിടിച്ച ഒരു പെണ്ണിന്റെ തലയിൽ ഈ സ്പൈർലീൻ, അതിന്റെ തൊട്ട് താഴെയുണ്ട്, സ്പൈർലീനെ ക്യാപ്സൂൾ വലിച്ചു കയറിയിട്ട് അതിന്റെ പൊടിയും ഈ നീലി തൈലവും കൂടി കുഴച്ചിട്ട് ഒരു കുഴമ്പാക്കിയിട്ട് അത് ഈ പെണ്ണിന്റെ തലയിൽ തേച്ച് അങ്ങനെ 3 മാസം കൊണ്ട്, ദുബായിലൊന്നും പെണ്ണുണ്ടാവും, 3 മാസം കൊണ്ട് അതിന്റെ റിസൾട്ട് അയച്ചത് 3 മാസം കൊണ്ട് മുടി ആ കഷണ്ടിയിൽ വന്നു. ഒരു 55 വയസ്സൊക്കെയുള്ള പെണ്ണുണ്ടാവും. ചെറുപ്പം പെണ്ണുങ്ങളിൽ പരീക്ഷിച്ചിട്ടില്ല. അത് പരീക്ഷിച്ചാൽ ഭയങ്കര കാട് പോലെ മുഖത്തൊക്കെ വളർന്നാലാന്ന് പേടിച്ചിട്ട് നമ്മൾ അവരിൽ പരീക്ഷിച്ചില്ല. പക്ഷെ വയസ്സായ സ്ത്രീകൾ പരീക്ഷിച്ചു. വയസ്സായ സ്ത്രീകൾ എല്ലാവരും നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിസൾട്ടിനാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഈ പ്രൊഡക്റ്റ്. അങ്ങനെ സ്പൈർലിന 120 ക്യാപ്സൂള്, കോഡിസെൽസ് ബിസ്ക്കറ്റ്, ഇപ്പം ഈ മോൻ കഴിക്കുന്ന കോഡിസെൽസ് ബിസ്ക്കറ്റ്, ഇത്തരം പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത്. 2965 രൂപ 1000 പോയിന്റും 1352 SU. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് എവിടെയെങ്കിലും അകത്ത് കഴിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അകത്ത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്സൂളൊന്നും കൊടുത്തിട്ടില്ല. എല്ലാ പ്രൊഡക്റ്റുകളും പുറത്ത് ഉപയോഗിക്കുന്നത് എണ്ണ മാത്രമാണ് അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പൈർലിനെ തലയിൽ തേക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ 2965 രൂപയ്ക്ക് 1000 പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഒരാൾ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് എടുക്കേണ്ടത്. ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാം. കമ്പനി നിങ്ങളുടെ വീട്ടിലൊരു ഷോപ്പ് തരാനായിട്ട് നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി വീട്ടിൽ തുടങ്ങാനായിട്ടൊരു അവസരം തരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തുടങ്ങാം. വേണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇന്ന് ആലോചിച്ചിട്ട് പറയാം. നാളെയാലും കുഴപ്പമില്ല.
2-3 ദിവസം നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക. ഇനി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ഫ്രാഞ്ചൈസി തുടങ്ങരുത്. നിങ്ങൾ ആദ്യം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി വീട്ടിൽ തുടങ്ങാം. വീട്ടിൽ തുടങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫോം ഉണ്ട്. അത് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് എന്നാണ് പറയുന്നത്. ആ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ഫോം വാങ്ങിച്ച് ഒപ്പിട്ട് നമ്മുടെ കുഞ്ഞിപ്പയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്തഫയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പ അല്ലെങ്കിൽ പിന്നെ ആരൊക്കെയാണോ വേണ്ടത് അവർ സ്റ്റോക്കിസ്റ്റ് ജലീലുണ്ട് ഇവിടെ. സ്റ്റോക്കിസ്റ്റുകളുണ്ട്. സ്റ്റോക്കിസ്റ്റുകൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങളുടെ വീട്ടിൽ തുടങ്ങാം. ആ ഫ്രാഞ്ചൈസി തുടങ്ങുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പ്രൊഡക്റ്റ് ഇതാണ്. ഇത്തരം പ്രൊഡക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. 20,000-ൻ്റെ പ്രൊഡക്റ്റാണ് ഫ്രാഞ്ചൈസി വീട്ടിലെടുക്കുന്നത്. 1,00,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഇപ്പം ഇവിടെ ഒരു KFC-യുടെ ഒക്കെ ഒരു ഇത് തുടങ്ങി 50 ലക്ഷം രൂപ കൊടുക്കും. ഇവിടെ സാധാരണ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കൊടുക്കണം 10 ലക്ഷം രൂപ. പക്ഷെ അത് കെട്ടിവെക്കണം. പക്ഷെ ഇത് അതൊന്നും വേണ്ട. ഇത് 20,000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റുകൾ 3 വർഷം, മിക്കവാറും ഉള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ 3 വർഷത്തിന് മേലുണ്ട്. പച്ചക്കറി കച്ചവടം പോലെയല്ല. പച്ചക്കറി മീനും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? റിസ്ക് ഉണ്ട്. ഇത് റിസ്ക് ഇല്ല. 3 വർഷം കൊണ്ട് വിറ്റ് തീർന്നാൽ മതി. ഇനി വിറ്റ് തീർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തിട്ട് പൈസ മുഴുവൻ വാങ്ങിച്ച് അവസാനിപ്പിക്കാം. ലോകത്തൊരു ബിസിനസ്സിലും ഇല്ലാത്ത സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 20,000-ൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെച്ചിട്ട് അതിനെ 10,475 SC കിട്ടും. അതുമേലാണ് നമുക്ക് കമ്മീഷൻ വരുന്നത്. ഇത്തരം പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഗാനഷി സോപ്പ്, സ്പൈറലിന ക്യാപ്സൂള്, നീലി തൈലം, ഗാനഷി ടൂത്ത് പേസ്റ്റ്, ഡൈനാ ക്ലീന്, ബാംബു ടൂത്ത് ബ്രഷ്. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പ്രൊഡക്റ്റ് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഞാനിത് കണക്കൂട്ടിയിട്ട് കുത്തിയിരുന്ന് കണക്കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. 20,000 രൂപക്ക് 10,475 SC കിട്ടും. കമ്മീഷൻ കൂടുതൽ കിട്ടും. മാത്രമല്ല ഈ പ്രൊഡക്റ്റ് എല്ലാം കച്ചവടമാക്കാനും പറ്റും. കച്ചവടമാക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മാസത്തിനുള്ളിലാണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് പൈസ മേടിച്ച് പോവാം. 20,000 രൂപ മീൻ എടുത്തു വെച്ചാൽ അത് കച്ചവടമായില്ലെങ്കിൽ എടുത്ത ആൾക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടുമോ? ഈ ലോകത്ത് ഏത് സാധനവും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കച്ചവടത്തിന് വേണ്ടി ഒരാളെടുത്ത് അവന് തലയിലാണത്. ഇതങ്ങനെയല്ല, തലയിൽ വെക്കില്ല. കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുത്തിട്ട് അവസാനിപ്പിച്ച് പോയിക്കോളാം. DX നിർത്തി പോയിക്കോളാം. വലിയ സീക്രട്ടാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ കണക്ക് അറിയേണ്ടവരൊന്നും എഴുതിയെടുത്തു. അതായത് ഈ ഇപ്പോൾ രാജീവ് സാർ പറഞ്ഞ ഒരു പാക്കേജ് പരിപാടി ഉണ്ടല്ലോ, DXL 2 പ്ലാനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മളൊന്ന് ജോയിൻ ചെയ്യുമല്ലോ. സാധാരണ ജോയിൻ ചെയ്ത് എത്ര പോയിന്റാണ് നമ്മൾ അടക്കുന്നത്, എത്ര പോയിന്റ് എടുക്കുന്നത് നമുക്ക് ഇൻകം കിട്ടാൻ? 1000 പോയിന്റ്. അത് സ്റ്റാർ ഏജന്റ് തൊട്ട് എത്ര പോയിന്റാണ്? 3000 പോയിന്റ് അല്ലേ? അതാണ് നമ്മുടെ സാധാരണ പ്ലാൻ. അതിനെ പറയുന്ന പേരാണ് സിംപിൾ പ്ലാൻ, സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ. പക്ഷേ ഇപ്പോൾ ഈ 1000 പോയിന്റൊക്കെ ആളുകൾ വിട്ടു കേട്ടോ. എല്ലാവരും എത്ര പോയിന്റിലേക്ക് കടന്നു? 3000 പോയിന്റിലേക്ക് കടന്നു വന്നു. പക്ഷെ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. നേരത്തെ 6ാം ക്ലാസ്സുകാർ ധർമ്മശീലയൊക്കെ അതാ ചെയ്തത്. അത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവരത് 60 രൂപ തൊട്ട് ഈ 2 കോടിയൊക്കെ മേടിക്കുന്നവരുണ്ട്. എന്നാൽ ഡോക്ടർ ലിം ഏറ്റവും അടുത്ത് വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഒരു പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നു. ആ പ്ലാനിൻ്റെ പേരാണ് IOC, ഐസിങ് ഓൺ ദ കേക്ക്.